സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു ജുമുഅയിലാണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ആ ശ്രേഷ്ഠമായ മാസത്തിലെ ഏറ്റവും പവിത്രമായ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ, അതിൽ നമുക്ക് ലഭിച്ച ജുമുഅ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജുമുഅയുടെ പ്രാധാന്യം റമദാനിൽ മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും മാസങ്ങളിലും ആഴ്ചകളിലൊക്കെ നടക്കുന്ന ജുമുഅ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജുമുഅയിൽ പ്രധാനപ്പെട്ടതാണ് ഖുതുബ. ആ ഖുതുബക്ക് പള്ളിയിലെത്തിയാൽ പിന്നെ ഖുതുബ തുടങ്ങിയാൽ മറ്റൊന്നും ചെയ്യാൻ, ഖുതുബ ശ്രദ്ധിക്കലല്ലാതെ ഒരു കാര്യവും, ഒരു അക്ഷരം പോലും ഉരിയാടാൻ പടച്ച റബ്ബ് അനുവാദം നൽകിയിട്ടില്ല. ഖുതുബ തുടങ്ങിയിട്ടും പിന്നെയും മൊബൈലിലൊക്കെ തോണ്ടുന്നുവെങ്കിൽ അവരെ ഈ റമദാൻ ശപിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഖുതുബ ആരംഭിച്ചിട്ടും പിന്നെയും മൊബൈൽ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്കിവിടെ ഇരുന്നാൽ എല്ലാവരെയും കാണാൻ കഴിയും. ഞാൻ കാണണമെന്നില്ലല്ലോ, പടച്ചവനെല്ലാം കാണൂലേ. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മാസത്തെ, ഈ ദിവസത്തെ, ആ ജുമുഅയെ അതിനോട് നമ്മൾ അനാദരവ് കാട്ടരുത് എന്ന് സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളോടും വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പള്ളിയിൽ ജുമുഅക്ക് വരുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് ജുമുഅ അതിൻ്റെ എല്ലാ പ്രതിഫലത്തോടും കൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ അവസാനത്തെ 10-ൽ പ്രവേശിച്ചിട്ട് 2-3 ദിവസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10-ന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരെയൊക്കെ ഒന്ന് മുറുക്കി ഒടുക്കും റസൂല്. ഷദ്ദൽ മിഅ്സർ വഅഹ്യാ ലൈല, എന്നിട്ട് രാത്രി പിന്നെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കും അള്ളാഹുവിൻ്റെ റസൂല്. വഅയ്ഖള അഹ്ല, അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നബി വിളിച്ച് ഉണർത്തുമായിരുന്നു. എഴുന്നേൽക്ക് മക്കളെ എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കും. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാന 10-ന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓർമ്മയിൽ ഇനിയുള്ള നാളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ പെരുന്നാളാകാം. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എല്ലാം ഞാനിന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചോടിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ അനുകൂലമായി സാക്ഷ്യം പറയുന്ന വിജയികളായ അടിമകളിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും റഹ്മാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 23 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റുണ്ട്. ഗസ്റ്റ് ഉണ്ടായാൽ എന്താ പ്രത്യേകത? വീട്ടിൽ ഒരു വിരുന്നുകാരൻ ഉണ്ടായാൽ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശീലങ്ങളിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം അപ്പുറത്ത് വിരുന്നുകാരിരിക്കുന്നുണ്ട്, മക്കളെ സൂക്ഷിച്ച് വേണം കേട്ടോ സംസാരിക്കാൻ. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒന്നും കുട്ടികളെ ഉണ്ടാകരുത് കേട്ടോ. അവരെ നമ്മൾ ബഹുമാനിക്കും. അവരുള്ളത് കൊണ്ട് നമ്മുടെ വേഷത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കലിൽ തുടങ്ങി എല്ലാ കാര്യത്തിലും ആരുള്ളത് കൊണ്ട്, വീട്ടിൽ അല്ലെങ്കിൽ നമ്മോടൊപ്പം വിരുന്നുകാരുള്ളത് കൊണ്ട് 23 ദിവസമായി റമദാൻ നമ്മോടൊപ്പമുണ്ട്. ആ റമദാനിനെ നമ്മൾ വല്ലാതെ ആദരിച്ചിട്ടുണ്ട്, ആദരിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ റമദാനാകുന്ന വിരുന്നുകാരന് അനിഷ്ടകരമാകുന്ന, വെറുപ്പുണ്ടാകുന്ന ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ ഭർത്താവില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയത്ത് നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല വിശപ്പുണ്ട്, അതോടൊപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിലുണ്ട്, നമുക്കെടുത്ത് കഴിക്കാം. ആരും കാണാൻ പോണില്ല. എന്തുകൊണ്ട് കഴിക്കുന്നില്ല?
നമ്മോടൊപ്പം നമ്മുടെ ഒരു വിരുന്നുകാരനുണ്ട്, ആ ഒരു ചിന്ത നമ്മിൽ ഇതുവരെയുണ്ട്. എന്നാൽ ആ വിരുന്നുകാരൻ തിരിച്ചു പോകാനുള്ള വിളിയാളം വന്നിരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ ഔദ്യോഗികമായ വിടവാങ്ങലാണ് വിരുന്നുകാരന്. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ ഖുർആൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ ശുഹൂർ, അസ്സലാമു അലൈക യാ ഷഹ്റർ റഹ്മതി വൽ ബറക. ഇങ്ങനെ തുടങ്ങി ഒരുപക്ഷെ അടുത്ത ആഴ്ച വിട പറയാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇന്ന് പള്ളികളിൽ റമളാനിനോട് ഔദ്യോഗികമായ സലാം പറച്ചിലുണ്ട്. റമളാനെ നിനക്ക് സലാം, നീ റഹ്മത്തിൻ്റെ മാസമാണ്. നിന്നോട് ഞാൻ എന്തെങ്കിലും അനാദരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്കെതിരായി സംസാരിക്കരുതേ റമളാൻ. റമളാനിനോട് എന്തെങ്കിലും അനാദരവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്ത് കണ്ണീര് പൊടിച്ചുകൊണ്ട് പൊട്ടിയ കലങ്ങിയ ഹൃദയത്തോടുകൂടി പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തി പറയാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ വീഴ്ചകളെ മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ റമളാൻ പോകുമ്പോൾ റമളാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നു വന്ന റമളാൻ ചില സമ്മാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. റമളാൻ കുറേ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ എന്നാണ് കയ്യിൽ തരിക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ റമളാനിനെ നമുക്ക് പരിചയപ്പെടുത്തിയ, നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തിയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾ അവസാന 10 പ്രതീക്ഷിച്ചുകൊള്ളൂ. എന്നു മാത്രമല്ല, അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ അതിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അവസാന 10 ഒറ്റയിട്ട 2 രാവുകൾ കഴിഞ്ഞു. 21 കഴിഞ്ഞു, 23 കഴിഞ്ഞു. ഇനിയുള്ള ഏതാനും ചില രാത്രികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രാത്രിയിൽ ലൈലത്തുൽ ഖദറിന് വളരെയേറെ സാധ്യതയുണ്ട്. റമളാൻ തരുന്ന ആ സമ്മാനം ഇതാ ഒരു ഏറാണ്. കുട്ടികൾ ഒരുപാട് കൂട്ടം കൂട്ടി നിന്നപ്പോൾ ഒരു സമ്മാനം എറിഞ്ഞു കൊടുത്തു. വേണ്ടവരൊക്കെ ചാടി പിടിച്ചോളൂ. ആ സമ്മാനം കിട്ടാനുള്ള ആർത്തിയോടെ, കൊതിയോടെ ആ സമ്മാനത്തിലേക്ക് ചാടി വീഴുന്നത് പോലെ പരിശുദ്ധ റമളാൻ നമുക്ക് തന്നിട്ട് പോവുകയാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ മനുഷ്യരാശിയുടെ പരിവർത്തനത്തിന് വേണ്ടി റഹ്മാനായ റബ്ബ് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച രാത്രിയാണ് ഖദറിൻ്റെ രാത്രി. ലൈലത്തുൽ ഖദർ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രമേൽ വിശദീകരിക്കേണ്ട ഒരു സംഭവമാണത്. പരിശുദ്ധ ഖുർആനിൽ ചെറിയ ഒരു സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട് എന്ന്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താ? ചില ആളുകൾ ഇങ്ങനെ കണക്ക് കൂട്ടി 1000 മാസം എന്ന് പറയുന്നത് 84 വർഷവും 4 മാസവുമാണെന്ന്, 83 വർഷവും 4 മാസവുമാണെന്ന് കണക്ക് കൂട്ടിയവരുണ്ട്. 1000 മാസം അത് തന്നെയാണ്. അങ്ങനെ 83 വർഷവും 4 മാസവും ഇബാദത്തെടുത്ത പ്രതിഫലം ഒരൊറ്റ രാത്രിയുടെ ഏതാനും മണിക്കൂറുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നു എന്ന്. അങ്ങനെ മനസ്സിലാക്കിയവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ 84 വർഷമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ല. 1000 മാസത്തെ പ്രതിഫലം തരാം എന്നാണോ റഹ്മാനായ റബ്ബ് പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ 1000 മാസം. 1000 മാസത്തേക്കാൾ ഉത്തമമാണ് എന്നാണ്. 1000 മാസമല്ല, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് മാത്രമല്ല, മുഫസ്സിറുകൾ പറഞ്ഞു, ഈ 1000 മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണക്ക് കൂട്ടുന്ന ഈ മാസങ്ങളല്ല, ഈ കൊല്ലങ്ങളല്ല, മറിച്ച് അറബികൾ പിന്നെ വലിയ ഒരു ദൈർഘ്യമുള്ള നാളിനെ, കണക്കാക്കാൻ കഴിയാത്തൊരു നാളിനെ പറയുന്ന ഒരു വാക്കാണ് അൽഫു ഷഹർ. ഏതുപോലെ നമ്മൾ പറയും, കുട്ടികളെ ഒരുപാട് തവണ വിളിച്ചു, ഒരുപാട് തവണ പറഞ്ഞു നോക്കി, 2ഓ 3ഓ വട്ടം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ. എന്ന് നമ്മളെന്താ പറയുക, 100 വട്ടമായി ഞാൻ അവനെ വിളിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ 1000 തവണ പറഞ്ഞാലും ഈ കുട്ടി കേൾക്കൂല എന്ന് പറയും. അങ്ങനെ
കണക്കാക്കാൻ കഴിയാത്ത ഒരു പ്രയോഗമാണ് അത് എങ്കിൽ അറബികൾക്ക് അങ്ങനെ ഒരു പ്രയോഗമുണ്ടായിരുന്നു. അവർക്ക് അറ്റമില്ലാത്ത ഒരു നാളിനെ അവർ അൽഫുഷർ എന്ന് കണക്കാക്കിയെങ്കിൽ നിങ്ങൾ കണക്കാക്കുന്ന അറ്റമില്ലാത്ത നാളുണ്ടല്ലോ അതിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ 1000-ലൊന്നും നിൽക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ രാത്രിക്കുള്ള പ്രത്യേകത എന്താണ്? ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, ആ ലൈലത്തുൽ ഖദറിൽ മലക്കുൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ വരുന്നു എന്നതാണ്. ജിബ്രീൽ മാത്രമാണോ? തനസ്സലുൽ മലായികത്തു, മലക്കുകളുണ്ട്, കോടാനുകോടി മലക്കുകളുണ്ട്. മിൻ അദദിൽ ഹസ, ഭൂമിയിലെ ചരൽക്കല്ലുകൾ എത്രയാണോ, നമുക്കെണ്ണാൻ കഴിയാത്തത്ര ചരൽക്കല്ലുകൾ ഉണ്ടെങ്കിൽ, മണൽത്തരികൾ ഉണ്ടെങ്കിൽ അത്രത്തോളം അതിനേക്കാളേറെ ലക്ഷോപലക്ഷമല്ല കോടാനുകോടി മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആരാണ് ആ മലക്കുകളുടെ ലീഡർ? ആ മലക്കുകളുടെ ലീഡർ വറൂഹു, റൂഹ് എന്ന് ഖുർആൻ പറഞ്ഞ റൂഹുൽ ഖുദുസ്, അതായത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് എത്ര തവണ നമ്മൾ ഓതി നമുക്കതിൻ്റെ ഒരു വലുപ്പം മനസ്സിൽ കയറിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു ആഘോഷമുണ്ടാകും, ഒരു ആഹ്ലാദമുണ്ടാകും. അതിൻ്റെ ഒരു ആഹ്ലാദം അവരുടെ സംസാരത്തിലും അവർ യോഗങ്ങളിലും ഒക്കെ കാണാൻ കഴിയും. വേറൊരു പാർട്ടിക്കാരൻ വന്നാൽ, അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വന്നാൽ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കാർക്ക് വലിയ ആഹ്ലാദമുണ്ടാകും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും നമ്മെ കാണാൻ, നമ്മെ സന്ദർശിക്കാൻ വരുന്നതാരാണ്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ച, നബിമാർക്ക് വഹി നൽകിയ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളെയും കാണാൻ വരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് എത്ര മേൽ ആഹ്ലാദമുണ്ടാകണം, എത്ര രോമാഞ്ചമുണ്ടാകണം. തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്ക് മാത്രമല്ല കോടാനുകോടി മലക്കുകളുടെ അകമ്പടിയോട് കൂടി റൂഹ് എന്ന് പറയുന്ന റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മുഅ്മിനീങ്ങളായ ആളുകളെ ഈ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും. അപ്പോൾ ഈമാനിലും തൗബയിലും ദിക്റിലും സ്വലാത്തിലും നിസ്കാരത്തിലുമെല്ലാം കഴിഞ്ഞുകൂടുന്ന മുഅ്മിനീങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടാകും. ലൈലത്തുൽ ഖദറിന്റെ ഒരു വൈബ്രേഷൻ മുഅ്മിനീങ്ങൾ അനുഭവിക്കും. അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും ഹൃദയം പൊട്ടിയിട്ടില്ല, ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനിയുള്ള നാളുകൾ പൊട്ടിക്കരയാനുള്ളതാണ്, തേങ്ങിക്കരയാനുള്ളതാണ്. റഹ്മാനായ റബ്ബ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം മുഴുവനായും നൽകപ്പെടുന്ന വിജയികളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന വേറൊരു സമ്മാനമുണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതിലൊന്നാണ് റമദാൻ. ലൈലത്തുൽ ഖദറിൽ മാത്രമല്ല, റമദാൻ തന്നെ ഇന്ന ലികുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാൻ, റമദാൻ മാസത്തിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വർഗം നമ്മൾ മാടി വിളിക്കുകയാണ്, സ്വർഗം കാണിച്ചു തരികയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാനിൽ. അതിലേക്കണ്ട ഓടിപ്പോകേണ്ടതേ ഉള്ളൂ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും റഹ്മാനായ റബ്ബ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് ഇത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർഗം എന്ന് പറയുന്നത് ഒരു തമാശയായി മാറിയിരിക്കുന്നു. എന്താണ് സ്വർഗം? സ്വർഗം നിലവിലുണ്ടോ? അതോ സ്വർഗം ഇനി ഉണ്ടാക്കിയിട്ട് വേണോ? എല്ലാ മനുഷ്യരും മരിച്ച് പരലോകത്തെത്തിയ ശേഷം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതാണോ സ്വർഗം? അതല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക സ്വർഗമാണോ? ഒരു സ്വർഗീയ ജീവിതം പല വേദങ്ങളിൽ, ഖുർആനിൽ മാത്രമല്ല, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, പൂർവ്വ വേദങ്ങളിലെല്ലാം ഉണ്ട്. എല്ലാ നബിമാരും പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തെ സംബന്ധിച്ച്. പക്ഷേ വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ യഖീനില്ല. അവരതുകൊണ്ട് സാങ്കല്പികമായ സ്വർഗം, എന്തോ ഒരു ആത്മീയമായ സ്വർഗം അങ്ങനെയൊക്കെ തീരുമാനിച്ചു. എന്നാൽ
ഇസ്ലാം ഇപ്പോഴും പറയുന്നു സ്വർഗം എന്ന് പറയുന്നത് എന്തോ ഒരു സാങ്കല്പികമായ ഒന്നല്ല. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, നരകവും യാഥാർത്ഥ്യമാണ്. ആ പേജ് ഇപ്പം ഞാൻ തുറക്കുന്നില്ല. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗവും നരകവും മഖ്ലൂഖത്താനി, നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലാണ്ട് പിന്നീട് സൃഷ്ടിക്കുന്നതല്ല. സ്വർഗം എന്ന് പറയുന്നത് ഉള്ളതാണ്. സ്വർഗത്തിലാണ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ജീവിച്ചത്. സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. സ്വർഗമുള്ളതാണ്. അപ്പൊ സ്വർഗം എന്ന് പറയും എന്താണ് ഈ സാധനം? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സ്വർഗത്തെ കേട്ടവരാരുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും സ്വർഗം കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്ത്, സ്വർഗത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വർഗത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യനും സ്വർഗം എന്താണെന്നൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ആ സ്വർഗം നമ്മുടെ മനസ്സിൽ, ആ സ്വർഗത്തിന്റെ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെന്താ നിങ്ങൾ ഈ പറയുന്നത്? റസൂല് പറഞ്ഞതും ഖുർആനിൽ നമ്മൾ കേൾക്കുന്നതും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നില്ലേ? ഒരു വൈരുദ്ധ്യവുമില്ല. യഥാർത്ഥ സ്വർഗത്തെക്കുറിച്ച് സ്വർഗം ആരും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടിട്ടുണ്ട്. അതല്ല ഇവിടെ വിഷയം. നമ്മൾ പോലുള്ള ആളുകൾ സ്വർഗം കണ്ടിട്ടില്ല. മാ ലാ ഐനുൻ റഅത്ത്, ഒരാളും കണ്ടിട്ടില്ലാത്തതാണ് സ്വർഗം. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. അത്രമേൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ തോട്ടങ്ങളുണ്ട്, സ്വർഗത്തിൽ മദ്യത്തിൻ്റെ പുഴയുണ്ട്, സ്വർഗത്തിൽ പാലിൻ്റെ പുഴയുണ്ട്, സ്വർഗത്തിൽ തേനിൻ്റെ പുഴയുണ്ട്, സ്വർഗത്തിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഖുർആൻ തന്നെയല്ലേ നമ്മളോട് ഈ പറഞ്ഞത്? പിന്നെന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതെൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതൊന്നുമല്ല സ്വർഗം. പക്ഷെ അത്രയേ പറയാൻ പറ്റൂ നമ്മളോട്. ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു ആനയെ കുറിച്ച് കുട്ടിക്ക് അറിയില്ല, ആന എന്ന് പറഞ്ഞ ജീവിയെ അറിയില്ല എന്ന് വിചാരിക്കുക. ആനയെ കണ്ടിട്ടില്ല, ആനയുടെ ചിത്രമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കുട്ടിക്ക് ആനയെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആനയെ കണ്ടിട്ടില്ലാത്ത, ആനയുടെ ചിത്രമില്ലാത്ത, ആനയുടെ വീഡിയോ ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തോട് നിങ്ങൾ എങ്ങനെ ആനയെ പരിചയപ്പെടുത്തി കൊടുക്കും? അപ്പോൾ പറയും, നമ്മൾക്ക് ഈ പോത്തിനെ അറിയില്ലേ, ആ പോത്ത് കുറച്ചും കൂടി വണ്ണം വെച്ച്, പോത്തിൻ്റെ കാലൊക്കെ കുറച്ചും കൂടി വണ്ണം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇതായിരിക്കും. എന്നാൽ പോത്താണോ ആന? അല്ല. അതായത് നമുക്ക് കാണാത്ത ദുനിയാവിലെ ഒന്നല്ല സ്വർഗം, അത് വേറെയാണ്. അപ്പൊ ചിലപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ചില നിരീശ്വരവാദികളും ചില എന്താ പറയുക പടച്ചോനെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് ചിരി വരും. എന്തുകൊണ്ട്? അവർ മനസ്സിലാക്കിയ ദുനിയാവിലുള്ള എന്തോ ഒരു സാധനമാണെന്ന സ്വർഗം. 2 കുട്ടികൾ ഉമ്മയുടെ പള്ളയിൽ കിടക്കുക, ഗർഭപാത്രത്തിൽ, ഇരട്ട കുട്ടികൾ. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു ഉദാഹരണം, 2 കുട്ടികൾ ഉമ്മയുടെ പള്ളയിൽ കിടക്കുമ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാ, എടാ നമ്മളിപ്പോൾ ഉള്ളത് ഉമ്മയുടെ പള്ളയിലാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രസവിക്കും, എന്നിട്ട് നമ്മൾ ഭൂമിയിലേക്ക് പോകും. ഭൂമി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് വലിയൊരു വിശാലമായ സ്ഥലമാണ്. പിന്നെ അവിടെ നമുക്ക് ആകാശം കാണാൻ കഴിയും. അവിടെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, അവിടെ വലിയ ഗോളങ്ങളുണ്ട്, അവിടെ വലിയ മലകളുണ്ട്, അവിടെ വലിയ സമുദ്രങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്നും കാണാത്ത മറ്റേ കുട്ടി ഒന്ന് പോടാ അവിടുന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം അതന്നെയാണ് ലോകം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. തോട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലാകൂലേ? ഞാനിപ്പോൾ പറയാം, ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു രൂപം മനസ്സിലേക്ക് വന്നില്ലേ? ഓറഞ്ച് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നില്ലേ? അല്ലേ? ഫ്രൂട്ട്സ് എന്ത് പറഞ്ഞാലും അത് മനസ്സിലേക്ക് വരൂല്ലേ? ഇനി നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു ഫ്രൂട്ട്സിൻ്റെ പേര് ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കും. അതെങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട് ഉപമിക്കുക. അവിടെ തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളീ കാണുന്ന തോട്ടമല്ല സ്വർഗത്തിലെ തോട്ടം. സ്വർഗം മറ്റൊരു ലോകമാണ്. നാം വരുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്തിനാ കണ്ണ്? അവിടെ കണ്ണ് കാണുന്നുണ്ടോ കുട്ടികൾക്ക്? അവിടെ എന്തിനാ മൂക്ക്? മൂക്കിലൂടെയാണോ കുട്ടികൾ ശ്വസിക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ?
ഡോക്ടർമാരോട് അന്വേഷിക്കൂ, മൂക്കിലൂടെയാണോ കുട്ടികൾ ശ്വാസമെടുക്കുന്നത്? അവിടെ എന്തിനാണ് മൂക്ക്? അവിടെ എന്തിനാണ് വായ? വായയിലൂടെയാണോ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടിക്ക് ഈ അവയവങ്ങളൊക്കെ? എന്തിനാണ് കാല്? അവിടെ കുട്ടി നടക്കുന്നുണ്ടോ? ഇല്ല, അതൊരു വേറെ ലോകത്തേക്ക് വേണ്ടി ഉള്ള കുട്ടിയാണ്, അതിനുള്ള ഒരുക്കങ്ങളാണ്. എന്നതുപോലെ നാം ഈ ചെയ്യുന്ന അമലുകൾക്കെല്ലാം പ്രതിഫലം കിട്ടുന്നത് മറ്റൊരു ലോകമുണ്ട്, അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളോടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മൾ മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിച്ച് പരലോകത്തെത്തും. അവിടെ നമ്മൾ ദുനിയാവിലെ പരീക്ഷയുടെ റിസൾട്ട് കാണിക്കപ്പെടും. ആ റിസൾട്ട് വരുമ്പോൾ അന്ന് ചില ആളുകൾ പേടിച്ച് വിറച്ചു നിൽക്കുകയാകും. പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. ആരാ പേടിക്കുക? വലിയ കോൺഫിഡൻസ് ഇല്ലാത്തവർ. പഠിച്ചവനെ, ഞാൻ ഉഴപ്പി നടന്നതാണ്, ഞാൻ അലസത കാട്ടിയവനാണ് എന്നുള്ള ആൾക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് വലിയ ബേജാറായിരിക്കും. അല്ലാഹ് പറഞ്ഞു, ദുനിയാവിലെ പരീക്ഷയിൽ തോറ്റുപോകുന്ന ആളുകൾ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പോകുന്ന പരാജയപ്പെട്ട, ദുനിയാവിലെ പരീക്ഷയിൽ പരാജയപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വുജൂഹുൻ എന്നാ വേറെ ചില ആളുകൾ, യൗമഇദിൻ നാഇമ, അവരുടെ മുഖങ്ങൾ പ്രസന്നമാണ്. റിസൾട്ട് കിട്ടിയപ്പോൾ, റിസൾട്ട് വന്നപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ട്. രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ അവൻ ഓടും വീട്ടിലേക്ക് ഉമ്മാനെ കാണാൻ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വയൻഖലിബു, ഇൻഖലബ എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടിപ്പോകുന്നതാണ്. ഇൻഖലബ യൻഖലിബു, ഇൻഖിലാബ്. നമ്മൾ പറയാറില്ല ഇൻഖിലാബ്, അതൊരു അറബി വേർഡാണ്. വിപ്ലവമാണ്, അതായത് മാറ്റങ്ങളാണ്, ആഹ്ലാദമാണ്, ചാടലാണ്, മറിയലാണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ വാക്കാണ്. പിന്നീടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത്. അത് അറബി പ്രയോഗമാണ്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. ആ പുസ്തകം, ആ റിസൾട്ടിന്റെ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ അതുമായി അവന്റെ കുടുംബത്തിലേക്ക് വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. അല്ലാഹ് പറഞ്ഞതാണ്. ഇവിടെ അല്ലാഹ് പറഞ്ഞു വുജൂഹു യൗമഇദിൻ നാഇമ. അങ്ങനെ തന്നെയല്ലേ? എന്താണ് എൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം? റിസൾട്ട് വന്നോ? അവന്റെ മുഖം കണ്ടാൽ അറിയാം. വുജൂഹു യൗമഇദിൻ നാഇമ, അവന്റെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. ലിസഇഹാ റാളിയ, അവൻ കഷ്ടപ്പെട്ടതിന്റെ, പണിയെടുത്തതിന്റെ അധ്വാനത്തിൽ അവൻ സംതൃപ്തനാണ്. അല്ലേ? ആളുകൾ വിചാരിച്ച് വെറുതെ വരികയാണോ ഇഅ്തികാഫിന്? വെറുതെ വരികയാണോ തറാവീഹിന്? ഒന്നും അല്ലാഹ് നിഷ്ഫലമാക്കൂല, എല്ലാത്തിനും അല്ലാഹ് പ്രതിഫലം തരും. രാവും പകലും മുലാത്തി നടക്കുമ്പോൾ, ഒരുപാട് ചെറുപ്പക്കാർ താന്തോന്നികളായി നടക്കുമ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് വിനയാന്യതരായി വന്ന മനുഷ്യരെ അല്ലാഹ് നിങ്ങളെ നിരാശരാക്കൂല. അല്ലാഹ് നിങ്ങളെ കൊണ്ടുപോകും നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിലേക്ക്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഇഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. അതൊരു ഉന്നതമായ സ്വർഗമാണ്, നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റൊരു ലോകമാണ്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ ഒരു നിലക്കുള്ള മോശപ്പെട്ട സംസാരവും നിങ്ങൾ കേൾക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ, ഇതിൽ പ്രതീക്ഷയുള്ളവരാണ് സത്യവിശ്വാസികൾ. ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ, അതിൽ നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. എത്ര മനോഹരമാണ് സ്വർഗം. ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇത് മനുഷ്യന്റെ ദുനിയാവിൽ ഇത് പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ, ഇത് പറഞ്ഞാലേ മനുഷ്യന് തിരിയുള്ളൂ. അതുകൊണ്ട് നിനക്ക് മുങ്ങിക്കുളിക്കാനും നീന്തി തുടിക്കാനും പറ്റിയ ധാരാളം നദികളാ സ്വർഗത്തിലുണ്ട്. ഫീഹാ സുറുറും മർഫൂഅ. ഇനി കുളിച്ച് ഫ്രഷായി വന്നാൽ നിനക്ക് കിടന്നുറങ്ങാൻ നല്ല മെത്തരം കട്ടിലുകളുണ്ട്, മനുഷ്യന് വിശ്രമിക്കണം. ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ. അപ്പോൾ എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നിയാൽ അതാ തൊട്ടടുത്ത് തന്നെ വലിയ കപ്പുകൾ റെഡിയാണ്, ഒന്നും തേടി പോകണ്ട. വനമാരികു മസ്ഫൂഫ, അതാ അണിയണിയായി സഫായി വെക്കപ്പെട്ട തലയണകളുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കും. തലയണകൾ, അതൊക്കെ വല്ലാത്തൊരു പ്രയോഗമാണ്. ചില ആളുകൾക്ക് ഉറങ്ങാൻ ഒരു തലയണൊന്നും പോരാ, ഒരുപാട് തലയണകൾ. തലയണ കൂടുന്തോറും പിന്നെ ഹാപ്പിനെസ് കൂടുന്ന
എന്തോ ആട്ടെ, വിരിച്ചിട്ട പരവതാനികളുണ്ട്. നമ്മൾ കാണുന്ന, നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ സങ്കല്പത്തിൽ ഒന്നുമുള്ള സ്വർഗമല്ല. അല്ലാഹു ആലം, നമുക്കറിഞ്ഞുകൂടാ അവിടുത്തെ ചുമരുകൾ, സ്വർഗത്തിന്റെ ബിൽഡിങ്ങുകൾ. സ്വർഗത്തിന് ഒരു മരമുണ്ട്. ഒരു മരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലശജറ, മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ തണലിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ 100 വർഷം സഞ്ചരിച്ചാലും അതിൻ്റെ നിഴൽ വിട്ടുകടക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മരമുണ്ട്. ഒരു മരമല്ല, മരങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് തോന്നും ഇതെന്താ പറയുന്നത്, ഇത് വേറെ ലോകമാണ്, ഇത് വേറെ ലോകമാണ്. ഗർഭപാത്രത്തിലുള്ള കുട്ടിയോട് അല്ലാഹ് വലിയ മലയുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, നമ്മുടെ വിശ്വാസം ചില അദൃശ്യ കാര്യങ്ങളിലാണ്. ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് കൊതിച്ചവരാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ഈ ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചോടുക, ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ഖുർആൻ പലയിടങ്ങളിൽ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതുകൊണ്ട് ജീവിതത്തിൽ മത്സരിക്കേണ്ടത് പിന്നെ സമ്പത്തിലല്ല, കുടുംബ മഹിമയിലല്ല, ഈ സ്വർഗം കിട്ടാൻ വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ആ സ്വർഗക്കാരുടെ ചുറ്റും കുറേ നിത്യബാലന്മാരായ കുട്ടികൾ ഇങ്ങനെ, നമ്മൾ കാറ്ററിംഗ് സർവീസിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ, അതല്ല, നല്ല ചുറുചുറുക്കുള്ള പ്രത്യേക ഡ്രസ് കോഡുള്ള സ്വർഗത്തിലെ ബാലന്മാർ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് ചുറ്റും അവിടെ എന്ത് വേണം, ഇവിടെ എന്ത് വേണം എന്ന് ചോദിച്ചിങ്ങനെ കറങ്ങും. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറാ, ആ കുട്ടികളെ കണ്ടാൽ ഈ മുത്തുകൾ ഇങ്ങനെ വിതറിയിട്ട പോലെ ഉണ്ടാവും. എന്ത് രസമായിരിക്കും സ്വർഗം. അവിടെ നമുക്കൊരു അസുഖവുമില്ല, അവിടെ നമുക്ക് പനി വരില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്പിറ്റലുകളിലില്ല. അവിടെ പാർക്കിൽ പോയിരുന്ന 6 മണിയായി പഠിച്ചോനെ ക്ലോസ് ഗേറ്റ് അടക്കാറായി ഇല്ല. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉലാത്താം. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ ഈ സൂറത്തിന്റെ അവസാനം പറഞ്ഞു, അപാരമായ അള്ളാഹുവിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കട്ടെ. അഫലാ യൻദുറൂന ഇലൽ ഇബിൽ, അവർ ഒട്ടകത്തിലേക്ക് നോക്കിയാൽ മതി അള്ളാഹുവിൻ്റെ കഴിവ് കണ്ടെത്താൻ. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. വ ഇലസ്സമാഇ കൈഫ റുഫിഅത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. ഒരാൾ മരിച്ചാൽ ആ വീടിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടാൻ വേണം 10-12 ആൾ വേണം, ഒരുപാട് തൂണ് വേണം, ഒരുപാട് കയറ്, അങ്ങോട്ട് വലിക്ക് ഇങ്ങോട്ട് വലിക്ക്. ഒരു തൂണുമില്ലാതെ ഇത്രയും വലിയ 7 ആകാശം ആരാണ് ഉയർത്തിയത്? വ ഇലസ്സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലെ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതം, ആ പർവ്വതം ഒന്ന് നോക്ക് മനുഷ്യ, അള്ളാഹു പറയുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും. വ ഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് ഈ പർവ്വതങ്ങളെ അള്ളാഹ് ഉയർത്തിയത്. വ ഇലൽ അർളി കൈഫ സുതിഹത്, എങ്ങനെയാണ് ഈ ഭൂമിയെ അള്ളാഹു പരത്തിയത്. ഭൂമി പരത്തി എന്ന് പറയുമ്പോൾ ഖുർആൻ ഭൂമി പരത്തി എന്ന് പറയുന്നു, സയൻസ് പറയുന്നു ഉരുണ്ടതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ല. സംശയം ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. ഭൂമി ഉരുണ്ടിട്ട് തന്നെയാണ്, ഖുർആൻ അതിനെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്നത് എവിടെയാണ്? ഭൂമി അന്തരീക്ഷത്തിലാണ്. ഭൂമി എവിടെയും തട്ടിട്ടില്ല, മുകളിലും ടച്ച് ചെയ്യുന്നില്ല, താഴെയും ടച്ച് ചെയ്യുന്നില്ല, സൈഡിലും ടച്ച് ചെയ്യുന്നില്ല. അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അതിശീഘ്രം കറങ്ങുന്ന ഒരു ഗോളമാണ് ഭൂമി. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചൊവ്വയിൽ പോകണം, ചന്ദ്രനിൽ പോകണം, ചന്ദ്രനിൽ പോയിട്ട് ഭൂമിയിലേക്ക് നോക്കുക. അപ്പൊ കാണാം ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനിലേക്ക് നോക്കിയാൽ ചന്ദ്രനിൽ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുക. ആ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുക, അതാണല്ലേ ഭൂമി. എവിടെയും ടച്ച് ചെയ്യുന്നില്ല, ആകാശവുമായി മുട്ടുന്നില്ല. താഴെ ആകാശമില്ലേ? താഴെയും ആകാശമുണ്ട്. സൈഡിൽ ആകാശമില്ലേ? സൈഡിൽ ആകാശമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ ചെറിയ ഒരു ബിന്ദു മാത്രമാണ് ഭൂമി. എന്നിട്ടും ആ ഭൂമി അതിശീഘ്രം കറങ്ങുന്നു എന്ന് സയൻസ് പോലും പറഞ്ഞിട്ട് നമുക്കാർക്കും തല കറങ്ങിയിട്ടില്ല. ഭൂമി കറങ്ങിയതിൻ്റെ പേരിൽ ആരും വീണു പോയിട്ടില്ല,
ആർക്കും ആടലും ഉലയിലും ഉണ്ടായിട്ടില്ല. ഈ ഭൂമിയെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത്? ആ ഭൂമിയിൽ 3/4 ഭാഗം വെള്ളമാണ്. ആ വെള്ളം എങ്ങനെയാണ് ഭൂമിയിൽ അവിടെ നിൽക്കുന്നത്? ഇതൊക്കെ അത്ഭുതമല്ലേ? അതുകൊണ്ട് ഫദക്കിർ, ഈ കാര്യങ്ങളെല്ലാം സത്യവിശ്വാസികളെ ശരിക്കും ഓർമ്മപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഒരാളെയും നിർബന്ധിക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ മൻ തവല്ല, ആരെങ്കിലും ഈ താക്കീതുകൾ അവഗണിച്ചാൽ, വകഫറ, നിഷേധിച്ചാൽ, ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ, അല്ലാഹു അവനെ വല്ലാത്ത ശിക്ഷ ശിക്ഷിക്കും. കാരണം എന്താ അറിയോ? ഓന്തോടിയാൽ അവിടം വരെ ഓടും എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് അവിടം വരെ ഓടാൻ പറ്റും. എങ്ങനെ ഓടിയാലും മരിക്കും. ഇന്ന ഇലൈനാ ഇയാബഹും, അവരെല്ലാം എൻ്റെ അടുത്തേക്ക് മടങ്ങി വരും. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, എന്നിട്ട് ഞാനാണ് അവരൊക്കെ വിചാരണ ചെയ്യുക അള്ളാഹിൻ്റെ കോർട്ടിൽ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ ഈ അവസാന നാളിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വസിയത്ത് ചെയ്യുക. റമളാനാണ്, അവസാന 10 സ്വർഗം നേടിയേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന് തടസ്സമാകുന്ന, സ്വർഗം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനിയുള്ള നാളുകൾ നമ്മൾ തറാവീഹിന് ശേഷമൊക്കെ ക്ലാസ് ഉണ്ട്. കുറച്ചും കൂടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അള്ളാഹു തആല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം ഒരു പിതാവ് പ്രത്യേകം പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയുന്നില്ല, പുറത്ത് പറയാൻ കഴിയാത്തൊരു പ്രയാസമാണ്. അതേ ഒരു പ്രശ്നം വേറൊരു പെൺകുട്ടിയുടെ പിതാവും എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ 2 അത് വലിയൊരു പ്രതിസന്ധിയാണ്. റഹ്മാനായ റബ്ബ് ആ പ്രയാസത്തിൽ നിന്ന് ആ 2 മക്കളെയും നീക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ആ പ്രയാസത്തിൽ നിന്ന് നീക്കി നല്ല ഹെൽത്തിയായ ഒരവസ്ഥ റഹ്മാനായ റബ്ബ് അവരിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ പള്ളിയിൽ, നിൻ്റെ റമളാൻ്റെ അവസാന 10 ഒരുമിച്ച് കൂടി ഞങ്ങൾ നടത്തിയ ഈ ജുമുഅ അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ നീ കബൂലാക്കണേ. ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്ന വിജയികളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹുവെ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. റമളാൻ ഇഷ്ടപ്പെടാതെ പോകുന്ന നിർഭാഗ്യവാന്മാരായ അടിമകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കുന്ന വിശ്വാസികളാണ് ഞങ്ങൾ. ആ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന വിജയികളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ലൈലത്തുൽ ഖദർ നിഷേധിക്കപ്പെടുന്നവരാണ് ഏറ്റവും നിർഭാഗ്യവാന്മാരെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.